സർക്കാർ കൈവിട്ടതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിലേക്കാണ് LP സ്കൂൾ ടീച്ചേഴ്സ്, റാങ്ക് ഹോൾഡേഴ്സ് കടക്കുന്നത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫലം കാണാതായതോടെയാണ് സമരസമിതി രീതി മാറ്റിപ്പിടിക്കുന്നത്. നിലപാട് മാറ്റിയ UDF സർക്കാരിനെതിരെ മരണം വരെയും സമരം ചെയ്യുമെന്നാണ് LPST റാങ്ക് ജേതാക്കൾ പറയുന്നത്. വിവരങ്ങൾ നൽകുവാനായി സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് തന്നെ ശാലിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും നിരാഹാര സമരം കുറച്ചുകൂടെ കടുപ്പിച്ച രീതിയിലേക്ക് തന്നെ പോവുകയാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ്. എന്താണ് വിവരങ്ങൾ? അശ്വതി, ആര്യശ്രീ, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും അശ്വതിയും ആര്യശ്രീയും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ജന്തർ മന്ദർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ജന്തർ മന്ദറിലേക്ക് തിരിഞ്ഞു നോക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ സമരം ഇപ്പോൾ 26ാം ദിവസത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണമായി നമ്മൾ കാണേണ്ടത്. LPST റാങ്ക് ഹോൾഡേഴ്സാണ്. അവർക്ക് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് ഏകദേശം മാസങ്ങൾ പിന്നിട്ടിട്ടും അതിൽ നിന്ന് ഒരു നിയമനം പോലും നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. അതിപ്പോൾ നിയമനം നൽകിയാൽ മാത്രമേ നീതി നടപ്പാകൂ എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 25 ദിവസം, ഇന്നലെ ഉൾപ്പെടെ 25 ദിവസം അവർ സമാധാനപരമായി റിലേ സമരം അവർ നടത്തി. പക്ഷേ അതിലും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇന്നലെ മുതൽ നിരാഹാര സമരത്തിലേക്ക് ആ സമര രീതി മാറ്റിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കാണാം, ഇതിൻ്റെ സമരസമിതി നേതാവ് കൂടിയായിട്ടുള്ള വളർമതി അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഇവിടെ നിരാഹാര സമരം കിടക്കുകയാണ്. പക്ഷേ യാതൊരു രീതിയിലും ഇതുവരെയും തിരിഞ്ഞു നോക്കാൻ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജന്തർ മന്ദറിലേക്ക് വണ്ടി കയറിയ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. ആ മുഖ്യമന്ത്രി അവിടെ ചെന്ന് പിന്നീട് പറഞ്ഞത് താൻ പോയത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിനൊക്കെയാണ്, അല്ലാതെ ഒരു സമരത്തിന് വേണ്ടിയിട്ടല്ല പോയതെന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ജന്തർ മന്ദറിലെ പാറ്റാക്കൂട്ടത്തെ കേട്ടവർ എന്തുകൊണ്ട് സാധാരണക്കാരായി പഠിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും ഇവരെ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവർ തന്നെ ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഇവർ പറഞ്ഞത്, മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞത്, സമരം അവസാനിപ്പിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിക്കോളൂ, നിങ്ങളുടെ വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ടൊന്ന് പഠിക്കട്ടെ, അതിനുശേഷം 2 മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയാണ്. പക്ഷേ ഇനി എന്തിനാണ് പഠിക്കേണ്ടത്? കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇവരെ കേട്ടവരാണ്, പുതിയുഗ യാത്രയിലൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ചവരാണ്. ആ പഠിച്ചിട്ട് അതും കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം അധികാരത്തിലേറി 2 മാസം പിന്നിട്ടിട്ട് വീണ്ടും അത് പഠിക്കണമെന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തായാലും പ്രതിഷേധം ആളിക്കത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിരാഹാര സമരം ഇരിക്കുന്ന ആളും വളരെ കുറച്ച് വനിതകളും ഉദ്യോഗാർത്ഥികളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇവരുടെ സമരസമിതി നേതാക്കന്മാർ, ഒപ്പം തന്നെ സമരത്തിനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ളവർ വരും. എന്തായാലും നീതി ലഭിക്കും വരെ ഇവിടെ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമരം ഇന്ന് 26ാം ദിവസത്തിലേക്ക് കടന്നു. ഒരാൾ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇതുവരെയും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം കണ്ടിട്ടേ പോകുള്ളൂ. അതെ, ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ 2 മാസം ഒരു സമയം ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എത്രത്തോളം ഒരു വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ല. നമ്മൾ 2 മാസം കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തു തരും എന്നുള്ളൊരു ഉറപ്പ് തരാൻ പറഞ്ഞപ്പോൾ അത് തരാൻ പറ്റുന്നില്ല. ഒരു സാവകാശം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് സമരം നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അതെ, പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു അധ്യാപികയാണ് ഇവിടെ നിരാഹാരം കിടക്കുന്നത്. അത് കാണാതിരിക്കാനും സർക്കാരിന് കഴിയില്ല തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴുള്ള പ്രതീക്ഷ. അത് കാണും എന്നുള്ളതാണ്, തുറക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമരം അവർ തുടരുകയാണ്. യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം സമാധാനത്തിൻ്റെ പാതയിലാണ് ആ ഒരു സമരം ഇത്രയും ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ അധ്യാപകരാണ്, ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ആളുകളാണ്. നിങ്ങളാണ് ഇപ്പോൾ വന്ന് തെരുവിലിരിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് പോയ ആളുകൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങോട്ടേക്ക്? അതാണ് നമ്മുടെ സംശയം. അവരുടെ തൊട്ട് മുന്നിലാണ് നമ്മളിവിടെ ഒരു 26ാം ദിവസമാണെന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഭരണപക്ഷത്ത് നിന്ന് ആരും തന്നെ നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാനിടയായില്ല. നമ്മൾ അങ്ങോട്ട് പോയി അവരെ 6 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഒരു സമയത്തിന് ശേഷം നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് യാതൊരു ഉറപ്പും ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും സമരം തുടരുന്നത്.
സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമയം വേണം നാളെ. ഇനി എന്തിനാണ് സമയം എന്നുള്ളത് ഒരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ജന്തർ മന്ദറിലേക്കൊക്കെ പോയവരൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളം ചോദിക്കുന്നു. മനസാക്ഷി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ യുവജന സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ സമരം ആളിക്കത്തുകയാണ്, സമരം ശക്തമാവുകയാണ്. ഇത് മാത്രമല്ല, സമാന്തരമായി തന്നെ നിരവധി സമര പന്തലുകൾ സമീപത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമരം എന്നുള്ളത് ഏറ്റവും ജെനുവിനായിട്ടൊരു സമരമാണ്. കാരണം റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഒരാൾ പോലും, 1ാം റാങ്ക് ലഭ്യമായ ഒരു അധ്യാപികയ്ക്ക് പോലും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത മനസ്സിലാക്കാതെയാണ് ഈ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇരിക്കുന്നത് എന്നുള്ളതാണ്.